ഹലോ മച്ചന്മാരെ, കോവ ബ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളുണ്ടല്ലോ ഐ നീഡ് മോർ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ വൈകാതെ തന്നെ ഈ ഗെയിമിലോട്ട് തുടങ്ങാം. ഗൈസ്, ഫ്രണ്ടിൽ ട്രാഷ് ബിന്നൊക്കെ ഇരിക്കുന്നു. സ്കൂൾ ബസ്, നമ്മുടെ സ്കൂളിൽ ഇനി വൈകിട്ട് എത്തിയിരുന്നു. ഗൈസ്, അവിടെ കണ്ടോ മേളിൽ 4 മണി സമയം എഴുതിയിരിക്കുന്ന ടൈമാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ അണ്ണൻ ഇവിടെ എന്താ ഡയലോഗ് അടിക്കുന്നുണ്ട്. പുതിയ ഗെയിം ഇറങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ അത് വേണമെന്നും പറഞ്ഞ് നമ്മൾ ഓടിച്ചെല്ലുവാണ്. ഗൈസ്, നമുക്ക് കൊടുക്കുന്ന സ്പീഡ് ആദ്യം തന്നെ സെക്കൻഡ് റൂം. നമ്മളെ ബെഡ്റൂം. ഇതെന്തിനാണ്? ഇത് ബാത്റൂം. അയ്യോ, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതാണ്? ഇതെന്തിനാ റൂമാണ്? അയ്യോ, ഇത് നമ്മൾ അമ്മൂമ്മ ഗ്രാൻഡ് മദർ കിടന്നുറങ്ങുന്നു. ഗൈസ്, ഗ്രാൻഡ് മദർ അവിടെ റൂമിൽ കിടന്നുറങ്ങുന്നു. ഗ്രാൻഡ് മദറിനെ ശല്യം ചെയ്യണം, ചിലപ്പം വടിയെടുത്ത് അടിക്കും. ഇവിടെ എന്തോ ഒബ്ജക്റ്റീവ് പറയുന്നുണ്ട്, ടേക്ക് ഓഫ് ബാക്ക് പാക്ക്. അപ്പം നമുക്ക് ഇവിടെ എന്താണ് ഫ്രഷ് ആവാമെന്ന് ജസ്റ്റ് ബാത്റൂമിൽ പോയി കുളിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാത്ത് ചെയ്യാം. ഈ ബാത്തവിൻ്റെ അകത്തുനിന്ന് ബാത്ത് ചെയ്യാം, പിന്നെ പുറത്തുനിന്ന് ബാത്ത് ചെയ്യുക. ഗൈസ്, നമ്മളെന്താ മണ്ടന്മാരാണ് ഗൈസ്. ഗൈസ്, കുറച്ച് നേരം നമുക്ക് അടിച്ച് പൊളിച്ച് കുളിക്കാം. പിന്നെ എന്താണ് ഗൈസ്, ഇപ്പോൾ തന്നെ 1 മണിക്കൂർ പോയിട്ടുണ്ട് ഗൈസ്. 5 മണിയായിട്ടുണ്ട്. ഇനി പൈജാമസ് ഇടാൻ പറയുന്നുണ്ട്. ഗൈസ്, നമ്മൾ രാത്രി നമ്മൾ ഇപ്പോഴേ കിടന്നുറങ്ങുമോ? പിന്നെ അതിന് ഇപ്പോഴേ പൈജാമ ഇടാൻ പറഞ്ഞാൽ എന്തോ അമേരിക്കക്കാരവരെ റൂളായിരിക്കും. ഗൈസ്, മറ്റേ ഫോർസ ഹൊറൈസണാണ് ഇറങ്ങിയത്. ആരാടാ കമ്പ്യൂട്ടർ ഓണാക്കിയ? നീ ആ ചെറുക്കനാറ്റായിരിക്കും. നോക്കട്ടെ. അയ്യോ, എൻ്റെ മോനെ, നമ്മളമ്മ കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു ഗൈസ്. പെട്ട് അയ്യോ, മറ്റേ കോഴ്സ്. ഗൈസ്, എന്താ കോഴ്സ് പറയുന്നുണ്ട്? എന്തോ പഠിത്തത്തിന് കോഴ്സാണോ? ഗൈസ്, നമ്മൾ അമ്മച്ചി ഓടി വന്നിട്ടുണ്ട്. അമ്മയെന്ന് തോന്നുന്നു. മോനെ, നീ എന്തോടാ ചെയ്യുന്ന? ഞാൻ പറഞ്ഞില്ലേ കോഴ്സ് ചെയ്യേ. അയ്യോ അമ്മ, അതിൻ്റെ ഫോർസ ഹൊറൈസൺ ഇപ്പം ഇറങ്ങിയ, അപ്പം അത് മേടിച്ചു തന്നെ. മിണ്ടായിരടാ, കോഴ്സ് ചെയ്യടാ. പെട്ടെന്ന് ചെയ്താൽ പെട്ടെന്ന് കളിക്കാം. നിനക്കിപ്പോൾ എന്തോ വേണം? ശരിയാണ് അമ്മ, പെട്ടെന്ന് ചെയ്താൽ പെട്ടെന്ന് കളിക്കാം. അപ്പം അമ്മ, പിന്നെ ഇല്ലേ ഫോർസ ഹൊറൈസൻ്റെ മറ്റേ സ്റ്റിയറിംഗ് ഉണ്ട്, അതുകൊണ്ട് മേടിച്ചിടണേ. പിന്നെ സൗകര്യം പോയാൽ മേടിച്ചരാ. ഗൈസ്, നമുക്ക് അമ്മ എന്തോ ഒബ്ജക്റ്റീവ് തന്നിട്ടുണ്ട്. ടേക്ക് ഔട്ട് ദ ട്രാഷ് എന്നാണ് പറയുന്നത്. അതായത് മറ്റേ വേസ്റ്റെല്ലാം നമ്മൾ കൊണ്ട് എന്താണ് ബിന്നി കളയണം. ആദ്യത്തെ പോട്ടെ അടുത്ത രണ്ടാമത്തെ തേടിട്ട് ഗ്യാരേജിൽ കാണുമായിരിക്കും. നമ്മൾ ഗ്യാരേജ് നോക്കിയില്ലല്ലോ. പറഞ്ഞതേ ഉള്ളൂ ഗ്യാരേജിൽ കാണുന്നു. രണ്ടാമത്തെ ഓട്ടെ ഒന്ന് പെട്ടെന്ന് ഓർഡറേ. അടുത്ത മൂന്നാമത്തെ എവിടെ? മൂന്നാമത്തെ അച്ഛൻ്റെ ബാക്കിൽ ഇരിക്കുന്നു. അല്ല, ഈ മൂലക്കകത്ത് മൂലക്കായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ട്രാഷ് ബിന്നിൽ കൊണ്ട് കളയാം. മൂന്നാമത്തോട്ടെ അടുത്ത നാലാമത്തെ കൂടെ ആയാൽ തീരും. മേ ബി ഇനി എവിടെയായിരിക്കും? ചിലപ്പോൾ മേ ബി ബാത്റൂമിലാവാൻ ചാൻസ് ഉണ്ടോ? ബാത്റൂമിലല്ല നമ്മൾ എടുത്തത്. ഈ റൂമിൽ ഇവരെ റൂമിൽ ഉണ്ട് ഗൈസ്. ഇവരെ റൂമിലൊക്കെ എങ്ങനെ വരുന്ന മാസ്റ്റർ ബെഡ്റൂമിൽ എങ്ങനെ വരുന്നത് ഗൈസ്? എന്തായാലും നാലാം തൊട്ടേ പിന്നെ പോട്ടെ ഗൈസ്. ഇപ്പം തന്നെ നേരെ ഇരുട്ടി 6:30 മണിയായി. എൻ്റെ മോനെ, ഇപ്പം തന്നെ ഉടനെ 6:30 മണിയായി. നീ നമുക്ക് അമ്മയുടെ അടുത്ത് സംസാരിക്കാം. ചെയ്തോടാ അമ്മ. ഇനി ഞാൻ കളിച്ചോട്ടെ ഫോർസാപ്പ്? വേണ്ട, നീ ഇല്ല, എനിക്കൊരു വെള്ളം കൊണ്ടോ, ഒരു ഗ്ലാസ്. ശരി അമ്മ. നമ്മുടെ അടുത്ത് അമ്മ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അതും 1 ഗ്ലാസ് വെള്ളം. നമുക്കൊരു വെള്ളം കൊണ്ടുവരാം. അല്ല ഗൈസ്, ഇവിടെ തിളപ്പിച്ച വെള്ളം ഇല്ലേ? ഇവിടെ പൈപ്പിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നല്ല ഫ്രഷ് വെള്ളമായിരിക്കും. ചിലപ്പോൾ നമ്മളെ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കും. അതും ഫ്രഷ്. എനിക്കറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കാം. അമ്മേ, എന്നാ വെള്ളം പിടിച്ചോ. താങ്ക് യു മോനെ, താങ്ക് യു അമ്മ. ഞാൻ ഇനിയെങ്കിലും കളിച്ചോട്ടെ? നമ്മൾ അമ്മയോട് ചോദിക്കണം. കളിക്കണ്ട. അതൊന്നും കളിക്കാൻ സമ്മതിക്കാത്ത. ആദ്യം പോയ ടോയ്ലറ്റ് ക്ലീനാക്കി പോ. അതിന് കുറേ ദിവസമായിട്ട് അതിൽ കയറിയിട്ടേ ഇല്ല, ക്ലീനാക്കിയിട്ടുമില്ല. ശരി, നമ്മുടെ അടുത്ത് ടോയ്ലറ്റ് എന്തെങ്കിലും ക്ലീനാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനെ ഗൈസ്, നമ്മൾ പിന്നെ എവിടെയാണ് പോയി പൂപ്പ് ചെയ്യുന്നത്? കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസം നമ്മൾ പൂപ്പ് ചെയ്യാതാണ് ഇരുന്നതെന്ന് തോന്നുന്നു. ഇതുവരെ ഒരുത്തരും ഫ്രഷ് മേടിച്ചിട്ടില്ല. എന്തോ ഇത് നന്ദി മോനെ. നമ്മുടെ അമ്മ എന്തോ നന്ദിയൊക്കെ പറയുന്നുണ്ട്. ഇനിയെങ്കിലും കളിക്കാമോ? ചിന്തിക്കുകയാണ് നമ്മളമ്മ.
വേണ്ട കളിക്കണ്ട. അതൊന്നമ്മ ഇപ്പൊ ഇറങ്ങിയല്ലേ, ആദ്യം പോയി തറ ഉടക്കി. അവിടെ തറയിലൊക്കെ വെള്ളമായിരിക്കുന്നു. എൻ്റെ അപ്പനോ ശരി എന്നാ എനിക്ക് പിന്നെ ക്ലീൻ ആക്കിയിട്ടൊക്കെ വരാം ഗൈസ്. നമ്മളമ്മ നമ്മുടെ അടുത്ത് മോപ്പ് ക്ലീനാക്കാൻ പറയുന്നുണ്ട്. മോപ്പ് സാധാരണ ബാത്റൂമിലല്ലേ ഇരിക്കുമോ, ബാത്റൂമിൽ വരെ വെള്ളമായി ഗൈസ്. ഗൈസ് നമ്മളെ ടി വി ഉള്ള വരെ വെള്ളമായി. എന്ത് കഷ്ടം എന്ന് പറ. നമുക്കിനി ഇനി ഒരെണ്ണം കൂടെ ഉണ്ടോ? കമോൺ ഒരെണ്ണം കൂടെ ഉണ്ട്. ഒരെണ്ണം എവിടെയാണ്? മേ ബി ചിലപ്പോൾ ഗ്യാരേജ് കാണുമായിരിക്കും. ഗ്യാരേജിലൊക്കെ വെള്ളം എങ്ങനെയാണ് ഗൈസ് വീഴുന്ന, അതാണ് എനിക്ക് മനസ്സിലാകാത്ത. അവിടെ ഇൻട്രാക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ വിട്ട് ഇനിയെങ്കിലും കളിച്ചോട്ടെ അമ്മ. അത് പെട്ടെന്നായിരുന്നു. നിനക്ക് ഇത്തിരി കൂടെ ചലഞ്ചിങ് ആയിട്ട് തരാം, കുറച്ച് പാട്. വേണ്ടമ്മ ഇത്രയും മതി. ഒരു എക്സ്ക്യൂസും വേണ്ട, പറയുന്ന ജോലി ചെയ്താൽ അപ്പം കളിക്കാം. നമ്മളമ്മ പറയുന്നത് എന്താണ്, ഡിന്നറിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഇന്നലത്തെ ബർഗർ എടുത്ത് അങ്ങ് ചൂടാക്കാൻ വയ്ക്കാം ഗൈസ്. നമ്മളെ പാൻ കരിയോ? എന്തായാലും പെട്ടെന്ന് ഹൈ ഫ്ലെയിം ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നല്ല ചൂട് ബർഗർ നമ്മൾ അമ്മയ്ക്ക് എടുത്ത് കൊടുക്കാം. ചായ കൂടെ ഉണ്ടെങ്കിൽ സീനായനെ. ചായ എന്തിനു ബർഗറിനുണ്ടോ? മോനെ കിട്ടിയാ? താങ്ക് യു മോനെ. ഇതാ കാണുമ്പോൾ തന്നെ അടിപൊളിയായിരിക്കുന്നു. എങ്കിൽ പിന്നെ തിന്നമ്മ. ഇനി എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറ. അടിപൊളി മോനെ, സൂപ്പർ. പിന്നെയല്ലേ മോനെ, നിനക്കിനി വേറെ ജോലി ഉണ്ടല്ലേ? അമ്മ അപ്പം എനിക്ക് ഫോർസ ഗെയിം വേണ്ട. നീ ഇല്ലേ നാളെ പിന്നെ ജോലിക്ക് പോകല്ലേ? കാറിൽ പെട്രോൾ അടിച്ച് പോ. ശരിയമ്മ. എന്തോ കഷ്ടമെന്ന് പറയുക ഗൈസ്. അമ്മയാണെങ്കിൽ അൾട്രാ പണി ചെയ്യുന്നോണ്ടിരിക്കുകയാണ്. അയ്യോ നമുക്ക് കാറിന് ഗൈസ് അവിടെ ഡു നോട്ട് ടച്ച് എന്ന് പറയുന്നുണ്ട്. കാറ് ഡിക്കി വറക്കാൻ പറ്റുന്നില്ല ഗൈസ്, ബാക്ക് വറക്കാൻ പറ്റുന്നില്ല. എന്താ സീനില്ല, നമുക്ക് പെട്രോൾ എടുത്ത് ഒഴിക്കാം. കമോൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അമ്മയടുത്ത് സംസാരിക്കാം. നീയെങ്കിലും ഒന്ന് ഫോർസ കളിക്കാതെ അമ്മയ്ക്ക്, നീയെങ്കിലും ഫോർസ കളിക്കാതെ അമ്മയ്ക്ക് അമ്മ പ്ലീസ് അമ്മ. നല്ല പണിയാണ് നീ ചെയ്താ, സൂപ്പർ. ഇനി എങ്ങനെ കളിച്ചോട്ടെ മോനെ. എപ്പോഴും പറയുന്ന കാര്യം ഓർമ്മയുണ്ടാ? എടാ 12 മണി ആയടാ, കിടന്നുറങ്ങടാ. കിടന്നുറങ്ങാനാ? എന്തോ അമ്മ പറയുന്ന ദേഷ്യം. എന്തിനമ്മ ഇത്രയും നേരം? ഇഷ്ടം പോലെ സമയമുണ്ട്. നീ അമ്മ കളിക്കാൻ സമ്മതിക്കൂല. 4 മണിക്കൂർ ഉടനെ എന്ത് ചെയ്യും? 4 മണിക്കൂർ പറന്നടിച്ചു പോയി. എനിക്ക് ദേഷ്യം വരുന്നു. അയ്യോ ഗൈസ്, എനിക്ക് ദേഷ്യം വരുന്നു ഗൈസ്. ഞാൻ മിസൈലെടുത്ത് ഒന്ന് പൊട്ടിക്കാൻ പോവാ. എൻ്റെ ദേഷ്യം ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റൂല. എൻ്റെ മോനെ ഗൈസ് ഗെയിം അവസാനിച്ചിട്ടുണ്ട് ഗൈസ്. മാറി എന്തൊരു ഗെയിമായിരുന്നു. എന്താ ഈ ലോകത്ത് സംഭവിക്കുന്ന? ഇവർക്ക് എന്താ പറ്റി? എന്ത് പൊന്ന്, വീടൊക്കെ കത്തി. ആംബുലൻസിന് വിളിക്കോ? ഗുഡ് എൻഡിങ്. അത്ര പോരാ ഗൈസ്. എന്നാലും ബൈ, സീ യു.